ശരി, ഉള്ള സാധനം എന്തേലും പെറുക്കിയെടുക്കാന്നും പറഞ്ഞ് കുറച്ച് CD കാസറ്റും സ്പൂണും കപ്പിയും കരണ്ടിയൊക്കെ അവൻ അടിച്ചു മാറ്റാൻ നോക്കുക. അപ്പണ്ട് സോഫയിൽ ഇങ്ങനെ 2 രൂപ ഇരുന്നിട്ട് മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ ആ രൂപം കണ്ട് ഞെട്ടി പറിക്കും. ഞാൻ അറിയാതെ അകത്ത് വന്നാ, എന്നൊന്നും ചെയ്യല്ലേ, മിസ്റ്റേക്കാ, ഞാൻ തിരിച്ചു പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അനക്കൂല. സോംബി പോലെ ഈ 2 രൂപ അനങ്ങാതെ കൗച്ചി തന്നെ ഇരിക്കുക. ഒരു സ്ത്രീയും പുരുഷനുമാണത്. ഇവൻ എന്ത് കോക്കറി കാണിച്ചിട്ടും ആ 2 രൂപങ്ങളും അനങ്ങുന്നില്ല. ഇവന് മനസ്സിലാവില്ല അവിടെ എന്താ സംഭവിച്ചിരിക്കണേന്ന്. മേ ബി ഇവനെ പോലെ തന്നെ ഡ്രഗ്സ് അടിച്ച് പീസ് പോയതാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാം. ഈ ഇറങ്ങാൻ നേരം ഒരു ഡോറും കൂടെ തുറന്നു നോക്കിയിട്ടില്ല. അത് ബേസ്മെന്റിലേക്ക് പോകുന്ന വഴിയിലെ ഡോറാ. ഇവൻ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ആ ഡോറ് തുറന്ന് താഴേക്ക് ഇറങ്ങിപ്പോക്കും. അപ്പൊ ഈ കാണാതായ കുട്ടികളെല്ലാം ശില പോലെ അവിടെ താഴെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് തിരിയും. ഇവൻ പേടിച്ചരണ്ട് മുകളിലേക്ക് ഓടി വന്ന് ഡോറും ലോക്ക് ചെയ്തിട്ട് അതിനൊരു തടസ്സവും വെച്ച് അവിടെ നിന്ന് പോവാൻ നോക്കുക. അപ്പോഴേക്കും അവിടെ കൗച്ചിലിരുന്നുകൊണ്ടിരുന്ന സ്ത്രീയും പുരുഷനും എഴുന്നേറ്റ് വരും. ഇവൻ അവരെയും കണ്ട് പേടിച്ച് ഓടിച്ചെന്ന് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്ക് വീണിട്ട് തുറക്കുന്നുമില്ല. ഇപ്പൊ പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഭാഗ്യത്തിന് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവൻ ചാടി പുറത്തു കടന്നു രക്ഷപ്പെട്ടു. ഇനിയിപ്പോ കഞ്ചാവ് വാങ്ങാൻ പൈസ ഉണ്ടാക്കണം. ആദ്യമേ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വിൽക്കാന്നും പറഞ്ഞ് ഇവൻ ആ ആക്രിക്കടയിലേക്ക് വീണ്ടും തിരിച്ചു വരിക. അതെല്ലാം വിറ്റ് പണം വാങ്ങിക്കും. അപ്പോഴാണ് നോട്ടീസ് ബോർഡിൽ ഈ കാണാതായ കുട്ടികളെ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ $50,000 റിവാർഡായിട്ട് കൊടുക്കാമെന്നുള്ള പോലീസിന്റെ പരസ്യം കാണാം. ഇത് കണ്ടുടനെ അത് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഈ ചെറുക്കൻ വിളിക്കും. എന്നിട്ട് ഞാൻ ആ കുട്ടികളെ കണ്ടു, ഒരു വീടിന്റെ ബേസ്മെന്റിലാണുള്ളത്, ഞാൻ ആ സ്ഥലം പറഞ്ഞുതരാം, വേണമെങ്കിൽ കാണിച്ചും തരാം, ഈ പൈസ എങ്ങനെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക, എന്താണ് അതിനുള്ള പ്രൊസീജിയർ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അവര് പറയും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, നേരിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇവനാണെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ പേടിയാ. എന്നാ കംപ്ലൈന്റ് കൊടുക്കാതെ പണം കിട്ടത്തൂല്ല. അതുകൊണ്ടാണ് ഈ ചെറുക്കൻ നേരെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വന്നത്. അപ്പോഴായിരുന്നു ഈ പോളിന്റെ വായിൽ പോയി കുടുങ്ങിയത്. അവിടുന്ന് അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി താൻ താമസിക്കുന്ന ആ ചെറിയ കാട്ടിലേക്ക് വരികയാണ്. ഈ കാട്ടി വന്ന ചെറുക്കൻ മരങ്ങളുടെ ഇടയിലൂടെ ഒരു കോമാളി രൂപം നിൽക്കുന്ന കാണും. അത് കണ്ടവൻ പേടിച്ചരണ്ട് ഓടിത്തിരിച്ച് തന്റെ ടെന്റിനകത്തേക്ക് വന്ന് ടെന്റും പൂട്ടിവെച്ച്, ഞാൻ കണ്ട സത്യമല്ല, എല്ലാം എന്റെ തോന്നലാണ്, എന്നെ ആരും ആക്രമിക്കില്ല, ഞാൻ സേഫാണെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഈ ടെന്റ് തുറന്ന് എന്തോ ഒരു സാധനം അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനുടനെ കുറച്ച് സിറിഞ്ചെടുത്ത് കയ്യിൽ വെക്കും. എന്തേലും അകത്ത് കയറുകയാണെങ്കിൽ അതിനെ ആഞ്ഞു കുത്താൻ വേണ്ടി. തുറന്നുടനെ അവൻ ആഞ്ഞു കുത്തുന്നുണ്ട്. പക്ഷെ കൊള്ളുന്ന ആവട്ടെ നമ്മുടെ പാവം പോലീസുകാരന്റെ മോന്തയ്ക്ക. അയാള് പടഞ്ഞ് ഈ സിറിഞ്ചൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നേരെ തോക്കും എടുത്ത് നിന്നെ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഈ ചെറുക്കനെ വലിച്ചിട്ടിട്ട്. അവൻ എന്നെ കൊല്ലല്ലേ, ഒരു സത്യം എനിക്കറിയാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, ആ കാണാതായ കുട്ടികൾ എവിടെയാണെന്ന് എനിക്കറിയാം, ഞാനത് പറഞ്ഞുതരാം, ഇവിടെ അടുത്താ ഒരു വീടിനകത്താണെന്ന് പറയുക. ആദ്യം പോലീസുകാരൻ വിശ്വസിക്കില്ല. പക്ഷെ അവൻ അമ്മ സത്യം ചെയ്ത് പറയും, വിശ്വസിക്കൂ, ഞാൻ കാണിച്ചു തരാമെന്ന്. എന്നാൽ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ തന്റെ ജോലിക്കൊരു സേഫ്റ്റി ഉണ്ടല്ലോ, അതും വിചാരിച്ച് പോൾ ഈ കള്ളനെയും കാറി കയറ്റി അവൻ പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോകാൻ നേരം നിനക്ക് HIV ഉണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട്. അവനെങ്ങാനുണ്ടെങ്കിൽ പോളിനും വരുമല്ലോ. അവൻ പറയും, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. പോള് ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിച്ച് അവിടുന്ന് വണ്ടി എടുത്ത് പോവാ. നേരെ ആ ചെറുക്കന്റെ വീടിന് മുന്നിലെത്തും. ഇതന്നെയാണ് ആ സ്ഥലം എന്ന് പറയാണ് കള്ളൻ. എന്നിട്ട് അവൻ, ഈ റിവാർഡ് കിട്ടുന്ന പണം നിങ്ങൾ എനിക്ക് തരാതെ അടിച്ചു മാറ്റിയാലോ, അതിനെന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ, അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാ. പോൾ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഈ ഡ്രഗന് 50 രൂപ കൊടുത്താൽ പോലും അവൻ നാട് നശിപ്പിക്കും. അവന്റെ കയ്യിൽ $50,000 കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഗവൺമെന്റ് ഇങ്ങനെ സ്പോയിലറായ ആൾക്കാർക്ക് കൊടുക്കുമെന്നറിഞ്ഞില്ല. എന്തായാലും അവനെ കാറി ഇരുത്തിയിട്ട് പോൾ ആ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുക. ആരോ ഒരാൾ വാതിൽ തുറക്കുന്നു. അത് കഴിയുമ്പോൾ പോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ പോയ ആള് നേരം ഇരുട്ടിയിട്ടും പുറത്തു വന്നിട്ടില്ല. ഈ കള്ളൻ കുറെ നേരമായി കാത്തിരിക്കുന്നു. ഇവൻ അകത്ത് എന്താടാ ചെയ്യുന്നത്, ഒന്ന് ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ആരെയും കാണുന്നില്ല. കുറേ സമയം കഴിയുമ്പോൾ ഇരുട്ടത്ത് ഈ പോലീസുകാരൻ ഇറങ്ങി വരുന്നു. അയാളുടെ വരവ് അത്ര പന്തിയല്ല. എന്താണെന്നറിയാതെ അവൻ മിഴിച്ചു നിൽക്കുമ്പോൾ ഈ വന്ന പോള് ഒരു പ്രേതത്തിനെ പോലെ ആന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി ഈ കള്ളനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും ആ വീടിനകത്തേക്ക്. ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ HMനെ കാണിക്കുക. മാർക്കസ്, ഹീറോയിൻ അലക്സിന്റെ വീട് കണ്ടിട്ട് HMനെ വിളിച്ച് പറഞ്ഞില്ലേ, ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഞാൻ ചൈൽഡ് സേഫ്റ്റിയിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ HM, ഞാൻ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് നോക്കാം, വേണ്ടി വന്നാൽ അവരുടെ വീട് വിസിറ്റ് ചെയ്യുകയും ചെയ്യാം, അതുവരെ നീ എവിടെയും ചെന്ന് കംപ്ലൈന്റ് ഒന്നും ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു. ഇതൊരു ഷോപ്പിൽ വെച്ച് തന്റെ കൂടെ പാർട്ട്ണർ ഉള്ള സമയത്തായിരുന്നു HM പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ ഇങ്ങേര് പറഞ്ഞതനുസരിച്ച് അലക്സിന്റെ ഒരു പാരന്റ് കാണാമെന്നിരുന്നു. അത് ശരിക്കും അലക്സിന്റെ അച്ഛനോ അമ്മയോ അല്ല, കോമാളി രൂപമുള്ള ഒരു സ്ത്രീ, ഒരു സർക്കസ് കോമാളിയുടെ രൂപമുള്ള സ്ത്രീ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് HM. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പുള്ളിക്കാരി പറയും, ഞാൻ അലക്സിന്റെ അമ്മായിയാണെന്ന്, അമ്മയുടെ ചേച്ചിയാണെന്ന്. പാരന്റ്സിന് സുഖമില്ല, അവർക്ക് വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാമെന്ന്. ഇത് കേട്ടിട്ട് HM പറയാണ്, പാരന്റ്സിന്റെ ലീഗൽ ഗാർഡിയൻസിനെ തന്നെ എനിക്ക് കാണണം, അല്ലാതെ പറ്റില്ല, കാരണം ഒരു കംപ്ലൈന്റ് പോകുന്ന ലക്ഷണമുണ്ട്,
എനിക്ക് ചെറുക്കൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ വീട്ടിലേക്ക് വന്നവരെ കണ്ടോളാം, അല്ലാതെ നിങ്ങളെ കണ്ടതുകൊണ്ട് മതിയാവില്ല എന്ന് പറയുക. ഈ സമയത്ത് ആന്റി ചോദിക്കുന്നുണ്ട് ആരാണ് കംപ്ലൈന്റ് കൊടുത്തതെന്ന്. എച്ചൻ പറയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാണ്, അത് പുറത്തു പറയാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുക. ആന്റി ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്ന് വൈകിട്ട് ഈ എച്ചമ്മും പാർട്ണറും കൂടെ ഭക്ഷണവും കഴിച്ച് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് കതക് തട്ടുക. നോക്കുമ്പോണ്ട് ആ അമ്മായി. ഞാൻ ഒരുപാട് ദൂരം നടന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വന്ന കുറച്ച് വെള്ളം തായോ, നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറുന്നു. വീടൊക്കെ കണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ ഒച്ചയൊക്കെ വെച്ച് സംസാരിച്ച് ഇവർ അടുക്കളയിൽ കയറും. കുറച്ച് വെള്ളം വേണമെന്ന് ചോദിക്കുക. അവർ ഗ്ലാസ് എടുത്ത് വെള്ളം കൊടുക്കാൻ നിൽക്കവേ എനിക്ക് ഒരുപാട് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ബോൾ നിറച്ചും വെള്ളം വേണമെന്ന് പറയാ. ഇവരൊരു ബോൾ നിറച്ചും വെള്ളം കൊടുക്കും. അപ്പൊ അമ്മായി, ഞാൻ അലക്സിന്റെ പാരന്റ്സിനോട് സംസാരിച്ചു, അവര് മൺഡേ വന്ന് നിങ്ങളെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുക. എച്ചൻ പറയും കുഴപ്പമൊന്നുമില്ലാന്ന്. നിങ്ങൾ എവിടെയെങ്കിലും കംപ്ലൈന്റ് ചെയ്തിരുന്നോ, അതോറിറ്റി അറിയിച്ചിരുന്നോ എന്നും കൂടെ ചോദിക്കുക. എച്ചൻ പറയും ഇതുവരെ അറിയിച്ചിട്ടില്ല, അവരെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന്. അപ്പൊ ഇനി അറിയിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അമ്മായി ഒരു ചെറിയ ഉണക്കം മരക്കമ്പ് കയ്യിലെടുക്കും. അതിൽ ഈ എച്ചമ്മിന്റെ റിബണും ചുറ്റിയിട്ടുണ്ട്. എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. പുള്ളിക്കാരി ആ കമ്പിലെ മുള്ളുകൊണ്ട് കൈ കീറി രക്തം പുറത്തേക്ക് വരുത്താം. നിങ്ങൾ എന്തിനത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അറിയാതെ പറ്റിയതാ, മുള്ളു കൊണ്ടപ്പം മുറിഞ്ഞു, ഒരു തുണി തരുമെന്ന് ചോദിക്കുക. അവര് മരുന്നെടുക്കാൻ വേണ്ടി തപ്പാൻ തുടങ്ങും. ഉടനെ അമ്മായി മരുന്നൊന്നും വേണ്ട, ഒരു തുണി മതി, തുണി മാത്രം എടുത്തിങ്ങ് തായോന്നും പറഞ്ഞ് എച്ചമ്മിന്റെ പാർട്ണറെ അടുത്തേക്ക് വിളിക്കുക. പുള്ളിക്കാരൻ തുണി എടുത്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ മുടി വെട്ടിയെടുക്കും. ഈ തള്ള കാണിക്കുന്ന കോപ്രായം കണ്ട് പേടിച്ച് മാർക്കസ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുക്കും. ഉടനെ അമ്മച്ചി ഒരു മണി കയ്യിലെടുത്ത് ഒരൊറ്റ കിലുക്കം. ടിങ്. അടുത്ത നിമിഷം മാർക്കസ് ഫോൺ താഴെയിട്ട് ഒരു ബാധ കയറിയ കൂട്ടെ നിന്ന് വിറക്കിയായിരിക്കും. അപ്പൊ ഈ അമ്മച്ചി ആ പാർട്ട്ണറെ മുടി ഈ കമ്പി ചുറ്റി നടുവെ പിടിച്ചൊരൊറ്റ ഒടിക്കല. കമ്പൊടിഞ്ഞു. ഉടനെ മാർക്കസ് പാർട്ട്ണറെ പുറത്തേക്ക് ചാടി വീണ് തന്റെ തല കൊണ്ട് ഈ പാർട്ട്ണറെ ആഞ്ഞിടിക്കാൻ തുടങ്ങും. അയാളുടെ തലയിലേക്ക് ആഞ്ഞിടിച്ച് ആ തല ഞെളുക്കി കൊല്ലുകയാണ് അയാളെ. ഈ അമ്മായി അതൊന്നും മൈൻഡാക്കാതെ കൈയെല്ലാം കഴുകി വൃത്തിയാക്കി മറ്റൊരു മുടിയെടുത്ത് ഇതേ കമ്പി തന്നെ ചുറ്റുക. അത് ഹീറോയിന്റെ മുടിയായിരുന്നു. എന്നിട്ട് ഈ കമ്പ് വീണ്ടും ഓടിക്കും. ഉടനെ മാർക്കസ് എച്ചമ്മ തന്റെ പാർട്ട്ണറെ കൊന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹീറോയിനെ പിടിക്കാൻ വേണ്ടി തെരുവിലൂടെ ഇറങ്ങി ഓടാൻ തുടങ്ങും. അങ്ങനെയാണ് ഓടി ഓടി ഇവര് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സമയത്ത് ഹീറോയിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഹീറോയിൻ ഓടി ഷോപ്പിൽ കയറി. ഇയാള് പുറകെ ചെല്ല നമ്മുടെ ആർച്ചറിന്റെ കൈ ഒടിക്കുകയും ചെയ്തു, അതായത് ഹീറോയുടെ. എന്നാലും ഹീറോ അവളെ ആക്രമിക്കാൻ വിടുന്നില്ല. വീണ്ടും പുള്ളിക്കാരനെ തടയുക. പുള്ളിക്ക് എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും തന്റെ ജീവൻ രക്ഷപ്പെടുത്താന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അവള് ചെന്ന് കാർ എടുക്കുമ്പോൾ ഈ ഷെയ്ത്താൻ പുറകെ ചെല്ലുന്നുണ്ട്. പെണ്ണ് കാർ ഓടിച്ചു പോകുമ്പോൾ ഇയാൾ ഒരു മെഷീൻ പോലെ ആ കാറിന് പുറകെ ഓടിച്ചെല്ലാണ്. നമ്മുടെ ആർച്ചറും വിടുന്നില്ല. അയാൾ കയ്യിലെ മുറിവൊക്കെ കെട്ടിവെച്ച് ഈ എച്ചവിന് പുറകെ ഇയാളെ കാറും എടുത്ത് ഫോളോ ചെയ്ത് പോവാ. പോകുന്ന വഴിയെ ഒരു 4 കവലെ വെച്ച് സിഗ്നൽ വീണ സമയത്ത് മറ്റൊരു കാറ് വന്ന് എച്ചമ്മിന്റെ തലയിൽ കൂടെ കയറി അയാൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. പുള്ളിക്കാരൻ മരണപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഹീറോയിനും രക്ഷപ്പെടുക. അത് കഴിയുമ്പോൾ പോലീസൊക്കെ വരുന്നു, അന്വേഷണമൊക്കെ നടത്തുന്നു. ആർച്ചർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവര് കുഴപ്പക്കാരല്ല എന്ന് പറയുമ്പോൾ വെറുതെ വിടും. തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഹീറോയിൻ ആർച്ചറോട് നന്ദിയും പറയുന്നു. അവളും ഉണ്ടാവും ആശുപത്രിയിൽ. ഈ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോയിൻ, ഞാൻ അയാളെ കണ്ട് പേടിച്ചു. കുറച്ചുനാൾ മുന്നെയാണ് ഞാൻ അങ്ങേരോട് സംസാരിച്ചിരുന്നത്. അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വന്ന കോലം കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. അത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, ഇതേപോലൊരു സംഭവം ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും കാണണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇയാൾ കൊണ്ടുപോയി തന്റെ മകൻ ഓടിപ്പോകുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ മാപ്പിൽ തന്റെ കുഞ്ഞ് ഏത് വഴിയാണ് ഓടിപ്പോയത് എന്നുള്ള മാർക്ക് ചെയ്ത ഭാഗം കൂടെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ ക്രോസ് വരുന്ന ഭാഗമാണ് അലക്സിന്റെ വീടുള്ളത്. ആ ബാക്കിയുള്ള പയ്യനില്ലേ, അവന്റെ വീട്. സോ അവിടെ തന്നെ ആയിരിക്കണം ഈ രഹസ്യം മറഞ്ഞിട്ടുണ്ടാവുക എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് അലക്സിന്റെ സ്റ്റോറി കാണിക്കുന്നത്. ആ ചെറുക്കന്റെ അവനൊരു പാവം കുട്ടിയായിരുന്നു. സാധാരണ എല്ലാ സ്കൂളിലും പോലെ ഇവനെയും പിള്ളേര് ചെറുതായിട്ടൊക്കെ ടീസ് ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലാസ് കഴിയുമ്പോൾ അപ്പൻ വന്ന് പിക്ക് ചെയ്തിട്ട് പോകും. അപ്പനും മോനോട് നല്ല സ്നേഹത്തിലായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം പറയുക, ഒരു ആന്റി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് നല്ല പ്രായമായതാ, ഇപ്പൊ നോക്കാൻ ആരുമില്ല. ഒരുപാട് കാലമായി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇനി അവർക്ക് ആരുമില്ലാത്തതുകൊണ്ട് കുറച്ചു നാള് നമ്മുടെ കൂടെ കഴിയാൻ വേണ്ടി വരുന്നതാണ്. നീ അവരെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയുണ്ടാവും. അമ്മ വീടൊക്കെ വൃത്തിയാക്കണം. ആന്റി വരുന്നുണ്ട്, അവരിത്തിരി പ്രായമായതാ, അവരെ ഉപദ്രവിക്കൊന്നും ചെയ്യല്ലേ എന്നും കൂടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി ഏതോ ഒരു വയസ്സായ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് വരുന്നു. നല്ല വയസ്സായിട്ടുണ്ട്, നടക്കാൻ പോലും പറ്റില്ല. അതാണ് അവരുടെ ആന്റി. ഈ ആന്റി വന്നത് അപ്പൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെത്രയും പെട്ടെന്ന് തിരിച്ചയക്കണം. നമ്മൾ തന്നെ ഒരുപാട് കഷ്ടത്തിലാ. അതിനിടയിൽ ഇവരെയും കൂടെ നോക്കാൻ കഴിയില്ല. അവരെവിടുന്നാ വന്നേന്ന് പോലും നമുക്കറിയില്ലല്ലോ. നമ്മളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അപ്പനും അമ്മയും സംസാരിക്കുന്നുണ്ടാവും. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അലക്സ് മെല്ലെ ചെന്ന് ഈ അമ്മൂമ്മയുടെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. വളരെ ക്ഷീണിതയായ, വയസ്സായി ഇപ്പൊ
ആവുമെന്ന് പറഞ്ഞുള്ള കണ്ടീഷനാണ്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന വഴി അലക്സ് അപ്പനോട് ചോദിക്കും, അമ്മൂമ്മ ഇനി എത്ര കാലം വീട്ടിലുണ്ടാവുമെന്ന്. അപ്പം പറയാണ് അധികകാലം ഉണ്ടാവില്ല, 1 മാസം കഴിയുമ്പോൾ അവർ പോകുമെന്ന്. അങ്ങനെ അലക്സ് സ്കൂളിലേക്ക് വരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരെയും അവരുടെ അച്ഛനമ്മമാര് പിക്ക് ചെയ്തുകൊണ്ട് പോയി. എന്നാൽ ഇനിയും അലക്സിനെ പിക്ക് ചെയ്യാൻ അപ്പം വന്നിട്ടില്ല. സ്കൂളുകാര് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അലക്സ് വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം, അടുത്തന്നെയല്ലേ എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്നു. വീടിനകത്ത് കയറുമ്പോൾ അപ്പനും അമ്മയും റോബോട്ടുകളെ പോലെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അലക്സ് സംസാരിച്ചിട്ട് അവര് മിണ്ടുന്നില്ല. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ ആന്റിത്തള്ള വന്ന്, വെൽക്കം ഹോം അലക്സ്, ഞാൻ നിന്നെ ചെറുപ്പത്തിൽ കണ്ടതാ, നീ ഒരുപാട് വളർന്നല്ലോ, ആന്റിക്ക് മോനെ വലിയ ഇഷ്ടമാണ്. ആ അമ്മായിയുടെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് ഹെൽത്തി ആയതുപോലെ, ഒരിത്തിരി പ്രായവും കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും അലക്സ് ചോദിക്കും എന്റെ അപ്പനും അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന്. ഈ ആന്റി പറയാണ് അവർക്കൊന്നും പറ്റിയിട്ടില്ല, അവര് റെസ്റ്റ് ചെയ്യുവാണ്. മോൻ മിണ്ടാതെ വന്ന് ചേറിയിരിക്കി, എനിക്ക് മോനോട് സംസാരിക്കാനുണ്ട്, ചില കാര്യങ്ങൾ മോൻ അറിയണ്ടേ. ഇത് കേൾക്കുമ്പോൾ അലക്സ് എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ അപ്പനോട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് അപ്പന്റെ മുഖത്തേക്ക് വെള്ളം എടുത്തെറിയുന്നു. എന്നാലും അപ്പനൊരനക്കൂല്ല. ഉടനെ ആന്റി, നീ റൂഡായിട്ടാണെന്ന് പെരുമാറിയത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇന്ന് നീ ഭക്ഷണം കഴിക്കണ്ട, മിണ്ടാതെ ചെന്ന് കിടന്നോന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി മുറിയിലേക്ക് പറഞ്ഞുവിടും. ചെറുക്കൻ ചെന്ന് മിണ്ടാതെ കിടന്നുറങ്ങുക. അവന് പേടിയുണ്ട്. പിറ്റേ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും അതേപോലെ ചേറി അനങ്ങാതിരിക്കുന്നു. ഈ ആന്റിയുണ്ട് കൂടെ. ഇവർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് റെസ്റ്റ് ചെയ്യുക, അവരെക്കുറിച്ച് ആലോചിച്ച് നീ പേടിക്കണ്ട. ആന്റി പറയുന്നൊരു കാര്യം കേൾക്ക്, നമ്മളല്ലാതെ പുറത്തുള്ള ആരും ഞാൻ ഇവിടെയുള്ള കാര്യം അറിയരുത്. മോൻ കൂട്ടുകാരോടോ സ്കൂളിലെ ടീച്ചർമാരോടോ ആരോടും എന്റെ കാര്യം പറയരുത്. പിന്നെ അപ്പനും അമ്മയും അവരുടെ ഈ അവസ്ഥയും പറയരുത്. ഇനി പറഞ്ഞാലോ അമ്മായി ഒരു വിദ്യ കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മന്ത്രവാദി തള്ള കയ്യെ പിടിച്ചിരുന്ന കമ്പ് ഒടിക്കുകയാണ്. ഉടനെ അപ്പനും അമ്മയും ടേബിളിലുള്ള ഫോർക്ക് എടുത്ത് സ്വന്തം മുഖത്തേക്ക് ആഞ്ഞു കുത്താൻ തുടങ്ങും. പുറത്തേക്ക് ചോര തെറിക്കുന്നുണ്ട്. ഇവനെ കൊണ്ടത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അമ്മായി ഈ കമ്പ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് അപ്പനും അമ്മയും കുത്തല് നിർത്തുക. അത് കഴിഞ്ഞിട്ട് അമ്മായി പറയും, മോൻ ആരോടെങ്കിലും എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവരെ സ്വയം നോയിപ്പിക്കും, അല്ലെങ്കിൽ പരസ്പരം നോയിപ്പിക്കും. എന്നെക്കൊണ്ട് ഇവരെ പരസ്പരം തീറ്റിക്കാൻ വരെ കഴിയും. സോ മോൻ പറഞ്ഞതനുസരിക്കുക, മിണ്ടാതെ ക്ലാസ്സിലേക്ക് ചെല്ലുക, തിരിച്ചു വരാം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് പയ്യനെ പേടിപ്പിച്ച് വിടുക. അത് കഴിയുമ്പോൾ അലക്സ് തന്റെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോന്നും പേടിച്ച് ഈ കാര്യം ആരോടും പറയാതെ മിണ്ടാതെ ക്ലാസ്സിലേക്ക് പോകുന്നു. അവിടുന്ന് മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ അമ്മായി പറഞ്ഞനുസരിച്ച് ഇവൻ തന്നെയാണ് അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കുക. അവർക്ക് അനങ്ങാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഈ തള്ളയ്ക്ക് ഒരുപാട് വയ്യാത്ത അവസ്ഥ നമ്മുടെ അലക്സ് കാണാം. അതിന് വീണ്ടും വയ്യാതായിരിക്കുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ആ തള്ള പറയും, എന്റെ രോഗം ഭേദമാക്കാൻ നിന്റെ അപ്പനും അമ്മയ്ക്കും കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അധികം നാൾ അവരുടെ ശക്തി ഉപയോഗിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ നിനക്കെന്നെ സഹായിക്കാൻ പറ്റും. നിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അവരുപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ എന്റെ രോഗം ഭേദപ്പെടും. രോഗം ഭേദപ്പെട്ടാൽ മോൻ ചോദിക്കുന്ന എന്തും അമ്മായി തരുന്നതാണ്. അപ്പൊ അലക്സ് ചോദിക്കുകയാണ്, രോഗം ഭേദപ്പെട്ടാൽ എന്റെ അപ്പനെയും അമ്മേനെയും വെറുതെ വിട്ട് അമ്മായി തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോവോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. ആ തള്ള ചിരിച്ചോണ്ട് പറയും, പിന്നെന്താ, രോഗം ഭേദപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു പോവാം, അവരെ വെറുതെ വിടുകയും ചെയ്യാം. ഈ പറഞ്ഞത് കേട്ടിട്ട് അലക്സ് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്ന് ഈ കുട്ടികളുടെ എന്ത് ഒബ്ജക്റ്റാണ് ഒരുമിച്ച് അടിച്ചു മാറ്റാൻ പറ്റുക നോക്കുകയാണ്. അപ്പോഴായിരിക്കും ഇവരുടെയൊക്കെ പ്രൊജക്ട് ബാസ്ക്കറ്റിൽ അതത് കുട്ടികളുടെ പേരെഴുതി വെച്ചിരിക്കുന്ന കാണാം. അത് ഓരോരുത്തരുടെയും ഒബ്ജക്റ്റ് ആണല്ലോ. അതടിച്ചു മാറ്റാന്നും പറഞ്ഞ് ക്ലാസ്സിലെ കുട്ടികളെല്ലാം കളിക്കാൻ പോയ സമയം നോക്കി ഈ പേരുള്ള ബാഡ്ജ് ചെറുക്കൻ പറിച്ചെടുത്ത് തന്റെ ബാഗിനകത്താക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോയിൻ ഗ്ലാഡിസ് ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ചെറുക്കൻ അപ്സെറ്റ് ആയിരിക്കുന്ന കണ്ടിട്ട്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ടീച്ചറായി എന്നോട് സംസാരിക്കാം, എന്തും പറയാം, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അലക്സ് പറയില്ല, എനിക്കൊന്നും പറയാനില്ല, ഞാൻ വീട്ടിൽ പോവാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുക. ഇവൻ അടിച്ചു മാറ്റിയത് ടീച്ചർ കണ്ടിട്ടില്ല. നേരെ വീട്ടിലേക്ക് ചെന്ന് ഈ നെയിം ബാഡ്ജ് എല്ലാം അവൻ അമ്മായിക്ക് ഇട്ടുകൊടുക്കുകയാണ്. രാത്രി ഈ അമ്മായി മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ച് എന്തൊക്കെയോ മന്ത്രം ജപിക്കുന്നു. അത് കഴിഞ്ഞ് വീടിന് വെളിയിൽ വന്ന് ഈ തള്ള കാത്തു നിൽക്കുക. എന്താണെന്നറിയാൻ വേണ്ടി അലക്സും കൂടെയുണ്ട്. കുറച്ചു കഴിയുമ്പോൾ തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം കയ്യും പിരിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് ഓടി വരുന്നു. അവരെല്ലാം വീടിനകത്ത് കയറി. അലക്സിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനെതിർക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം സാധാരണ കുട്ടിയെപ്പോലെ അവൻ ക്ലാസ്സിലേക്ക് വരികയാണ്. ബാക്കിയുള്ള കുട്ടികളെല്ലാം അന്ന് മിസ്സിംഗ് ആയിരുന്നു. അതാണ് സിനിമയുടെ തുടക്കം. അലക്സിനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. അവനൊന്നും അറിയാത്തതുപോലെയാണ് മറുപടി കൊടുക്കുക. അത് കഴിയുമ്പോൾ അലക്സിന്റെ വീട്ടുകാരെയും വിളിച്ചു വരുത്തും. ഈ അമ്മായി അമ്മയെ കൊണ്ടുവരുന്നില്ല, അപ്പനെ കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവരുന്നു. അപ്പൻ ഷോക്കിലാണെന്നും പറഞ്ഞ് അയാൾ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് ഈ ലേഡിയാണ് സംസാരിക്കുക. അത് കഴിയുമ്പോൾ ഒരു ചെക്കപ്പിനായിട്ട് പോലീസുകാരും കൂടെ ഇവരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിറ്റേ ദിവസം അന്നേ ദിവസം കുട്ടികളെ ഔട്ട് ഹൗസിലാക്കിയിട്ട് ഇവർ വീടെല്ലാം വൃത്തിയാക്കി ഈ പോലീസുകാരെ കാത്തിരിക്കും. പോലീസുകാർ വന്ന് നോക്കുമ്പം വീടിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ദിവസങ്ങൾ മുന്നോട്ട് പോവാണ്.
അലക്സ് സ്കൂളിലേക്ക് ചെല്ലുന്നു. വേറെ ക്ലാസ്സിലിരുന്നാണ് പഠിക്കുന്നത്. വീട്ടിലേക്ക് വന്ന് അപ്പനും അമ്മയ്ക്കും ബാക്കിയുള്ള കുട്ടികൾക്കും തീറ്റ കൊടുക്കുന്നു. ഇതാണ് അവന്റെ ദിനചര്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ പോലീസുകാരുടെ കാറ് കാണുന്നത് വീടിന് മുന്നിൽ. വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പം നമ്മുടെ പോലീസും ആ കള്ളനും സ്റ്റാച്ചു പോലെ വീടിനകത്ത് നിൽപ്പുണ്ടാവും. ഇതാണ് പ്രസന്റ്. എന്തായാലും പോലീസുകാർ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദി തള്ള അലക്സിനോട് പറയും, ഇനിയും അധികം ആൾക്കാർ വരാനിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നാളെ കാലത്ത് ഈ വീട് വിട്ടു പോവാണ്. നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, ഇവിടുത്തെ ഉപ്പിൽ കാല് വെക്കണ്ടെന്നും പറഞ്ഞ് ആ തള്ള അടുത്തൊരു മുറിയിലേക്ക് കയറിച്ചില്ല. അവിടെ ഉപ്പ് ലൈനായിട്ട് വെതറിയിട്ടുണ്ട്. അതിന്റെ മറുവശത്ത് അപ്പനും അമ്മയും നിൽപ്പുണ്ടാവും. ഈ ചെറുക്കൻ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. കുറച്ചുനേരം കഴിയുമ്പോൾ വേറൊരു വലിയ കാറ് വീടിന് മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. ആ കാറിൽ മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനും ആർച്ചറുമാണ്. ഹീറോയും അവരിവിടം വരെ വന്നു. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയില്ല. നമുക്ക് എന്താ ചെയ്യാം? അവിടെ ചെന്ന് മുട്ടിയാലോ, അതോ അയൽക്കാരോട് ചോദിച്ചു നോക്കിയാലോ, എന്താ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തായിരിക്കും വീടിന്റെ വാതിലും തുറന്ന് ഒരു പോലീസുകാരൻ പുറത്തേക്ക് വരുന്നത്. ഹീറോയിൻ നോക്കുമ്പോൾ അത് പോളാ. അവൾക്കറിയാവുന്ന പോൾ. ഈ പോള് വീട്ടിലേക്ക് വാന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഇവര് പോള് തന്നെയല്ലേ വിളിക്കണേന്നും പറഞ്ഞ് ആ വീടിനകത്തേക്ക് കയറിച്ചില്ല. ഈ പോൾ ഒരു മൂലയ്ക്ക് നിന്ന് ഹീറോയിനെ അടുത്തേക്ക് വിളിക്കുന്നു. താഴെയായിട്ട് സാൾട്ട് വെതറിയിട്ടുണ്ട്. പെണ്ണ് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സാൾട്ടിൽ കാല് വെക്കും. കാല് വെച്ചുടനെ പോൾ ഒരു സോംബിയെ പോലെ ഹീറോയിനെ പിടിക്കാൻ വേണ്ടി ഓടി വന്ന് ചാടി അവളുടെ പുറത്ത് കയറുക. മറ്റയാളുടെ പുറത്ത് ആ കള്ളനും ചാടി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞു പയ്യൻ അവന്റെ അപ്പനും അമ്മയും നിൽക്കുന്ന കണ്ട് അവരടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെയും സാൾട്ട് വെതറിയിട്ടുണ്ട്. ആ സാൾട്ടി കാല് വെക്കാൻ പാടില്ല. വെച്ചാ ഈ പ്രേതം കൂടിയ ആൾക്കാര് അവരാക്രമിക്കും. ഈ ചെറുക്കൻ കാല് വെക്കുന്നു. അപ്പനും അമ്മയും അവനെ തന്നെ പിടിക്കാൻ വേണ്ടി ഓടി വരിക. ഇവൻ ഓടിച്ചെന്ന് കഥ കടയ്ക്കും. ഈ നേരത്ത് പോൾ നമ്മുടെ ഹീറോയിനെ കയറി പിടിച്ചു. അവളെ കൊല്ലാൻ നോക്കുമ്പം ഇവൾ ആ കിച്ചണിൽ നിന്ന് ഒരു പീലർ എടുത്ത് ഇവന്റെ മുഖത്തെ തൊലിയെല്ലാം പീൽ ചെയ്തെടുക്കുക. എന്നിട്ടും ആ മനുഷ്യൻ അനക്കൂല. കഴുത്തമർത്തി ഞെരിച്ചു കൊല്ലാൻ നോക്കുക. ഈ നേരത്ത് ആർച്ചർ ആ കള്ളം പയ്യനെ എടുത്തെടുത്ത് വലിച്ചെറിയുന്നുണ്ട്. എത്ര അടി കിട്ടിയിട്ടും അവനും വീണ്ടും എഴുന്നേറ്റ് വന്ന് ഇയാളെ പിടിക്കാൻ നോക്കുകയാണ്. ഇവർ അടിയുണ്ടാക്കി അവസാനം ബേസ്മെന്റ് ഡോറിലേക്ക് തെറിച്ചു വീണു. അപ്പോഴാണ് ആർച്ചർ കാണുന്നത് ബേസ്മെന്റിലായി ഇവരെ കാണാതായ കുട്ടികളെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ അലക്സിനെ ആക്രമിക്കാൻ വേണ്ടി അപ്പനും അമ്മയും വായും പൊളന്നുകൊണ്ട് വരിക. ഈ നേരം ഹീറോയിനും രക്ഷയില്ല. കഴുത്ത് ഞെരിഞ്ഞ് മരിക്കുമെന്ന് മനസ്സിലായ ഹീറോയിൻ പോളിന്റെ തന്നെ അരയിലുള്ള തോക്കെടുത്ത് അവന്റെ കഴുത്തിലേക്ക് വെടിവെക്കുക. ചോര ചീറ്റിയിട്ടും അവൻ അനക്കൂല. അപ്പൊ ഇവള് തലയിലേക്ക് ഷൂട്ട് ചെയ്യും. തലയിൽ വെടികൊണ്ട ഉടനെ അയാൾ മരിച്ചു വീഴുന്നുണ്ട്. സോ ഈ പ്രേതം കൂടി ആളെ തലയ്ക്ക് വെടിവെച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിനയാൾ മരണപ്പെടുകയും ചെയ്യും. എന്നാലും രക്ഷപ്പെടണമെങ്കിൽ തലയ്ക്ക് വെടിവെക്കണം. ഈ സമയത്ത് നമ്മുടെ അലക്സ് മോൻ അവൻ അപ്പന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്തടുത്ത മുറികളിലേക്ക് ഓടിക്കയറുകയാണ്. അപ്പൊ ഈ ഒരു മുറിയിൽ ആ മന്ത്രവാദി തള്ള പൂജിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാം. അവൻ എന്തോ ഒരു ഐഡിയ മനസ്സിൽ തോന്നും. ഈ നേരത്തെ ആ കള്ളൻ, ബാധ കൂടിയ കള്ളൻ ആർച്ചറിനെ കൊന്നുകൊണ്ടിരിക്കുക. ആർച്ചറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോയിൻ തോക്കുകൊണ്ട് ആ കള്ളന്റെ മണ്ടയ്ക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളഞ്ഞു. ആർച്ചർ രക്ഷപ്പെട്ടു. അയാൾ ബേസ്മെന്റിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിൽക്കുന്ന കുട്ടികളിൽ തന്റെ മകൻ എവിടെയാണെന്ന് തെരഞ്ഞു നോക്കുക. ഓരോ കുട്ടികളായിട്ട് മാറി മാറി പിടിച്ചു നോക്കും. ഈ നേരത്ത് അലക്സ് മോൻ അവൻ ആ മന്ത്രവാദിയുടെ കമ്പ് എടുത്ത് അപ്പനും അമ്മയും വരുമ്പം അടുത്ത മുറിയിലേക്ക് ഓടിക്കയറി അവിടുത്തെ ഡോർ ലോക്കി. ഇവിടെ ആർച്ചർ ഓരോ കുട്ടികളെ തെരഞ്ഞു വരുമ്പം ഒരു രൂപം മൂലയ്ക്ക് ഇങ്ങനെ പതുങ്ങിയിരിപ്പുണ്ട്. അത് ആർച്ചറുടെ മേത്തേക്ക് ചാടി വീഴും, വായും പിളർന്നു. എന്ത് സാധനം! ഈ നേരത്ത് നമ്മുടെ അലക്സ് മോൻ അവൻ ആ മന്ത്രവാദി തള്ള കാണിക്കുന്നൊക്കെ കണ്ടതായിരുന്നു. അതേപോലെ ഇവൻ തന്റെ രക്തം എടുത്ത് ആ തള്ള കാണിക്കുന്നത് പോലെ കമ്പി പുരട്ടി എന്തൊക്കെയോ ചൊല്ലുക. അപ്പൊ ഇവിടെ ആർച്ചർ വന്ന് ഹീറോയിന്റെ കഴുത്തെ പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാൻ നോക്കുകയാണ്. സംഭവം മന്ത്രവാദി തള്ള ഇപ്പൊ ആർച്ചർ അടിമയാക്കിയിരിക്കുക. എന്തൊക്കെയോ മന്ത്രം കാണിച്ച് ഹീറോയിൻ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അലക്സ് ആ തള്ളയുടെ മുടി ചുറ്റി കമ്പ് ഒടിച്ചു കളയും. ഈ ഒടിച്ചുടനെ തള്ളയ്ക്ക് മനസ്സിലായി താൻ ഇത്രയും കാലം പണിതുകൊണ്ടിരുന്ന പണി ഇപ്പൊ തനിക്കാരോ തന്നിട്ടുണ്ടെന്ന്. അടച്ചു വെച്ചിരുന്ന കുട്ടികളില്ലേ, അവരെല്ലാം കൂടെ ഈ തള്ളയെ പിടിക്കാൻ വേണ്ടി ഓടി വരിക, പിടിച്ച് വലിച്ചു കീറാൻ വേണ്ടിയിട്ട്. തള്ള ജീവനം കൊണ്ട് അവിടുത്തെ വീടെല്ലാം മാറി ഏതേലും വഴിയെ രക്ഷപ്പെടാൻ വേണ്ടി ഓടുക. അല്ലേന്നും പറഞ്ഞ് കയ്യും പിരിച്ച് ഞൊണ്ടി ഓടുകയാണ്. ഇതിന് അധിക ദൂരം ഓടാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും പിള്ളേര് ചാടി വീണു. ഓരോരുത്തരും ഓരോ ഭാഗവും പിടിച്ച് പറിച്ച് വലിച്ചെടുക്കാൻ നോക്കും. കണ്ണിലും മൂക്കിലും വായിലും കഴുത്തിലും ഒക്കെ പിടിച്ച് ആ തള്ളയെ പിച്ച് ചീന്താൻ നോക്കുക. ഇവിടെ അലക്സിന്റെ അമ്മയപ്പനും അലക്സിനെ പിടിച്ച് കടിക്കാൻ നോക്കുന്നുണ്ട്. ഹീറോയിനെ ആർച്ചറും കൊല്ലാൻ നോക്കുക. അവര് രക്ഷപ്പെടണമെങ്കിൽ ഈ തള്ള മരിക്കണം. എന്തായാലും അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ പിള്ളേർ ആ തള്ളയെ പിച്ച് ചീന്തിക്കഴിഞ്ഞു. ആ തള്ള മരിച്ച ഉടനെ ആർച്ചർക്ക് സ്വബോധം തിരിച്ചു കിട്ടി. അതേപോലെ നമ്മുടെ അലക്സിന്റെ അപ്പനും അമ്മയും അവർക്കും ബോധം തിരിച്ചു വന്നു. അവരും ഇപ്പൊ നോർമലായി. എല്ലാ കുട്ടികളും ഇപ്പൊ നോർമലായി. പക്ഷേ ഈ പ്രേതം പിടിച്ച ഹാങ് ഓവർ അവരൊന്നും വിട്ടു പോയിട്ടില്ല. അത് കുറച്ചു കാലം കൂടെ ഉണ്ടാവും. മെല്ലെ ശരിയാവുള്ളൂ. കുട്ടികൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ആർച്ചർക്ക് തന്റെ മകനെ തിരിച്ചു കിട്ടി. മകനെയും കോരിയെടുത്ത് അപ്പൻ വീട്ടിലേക്ക് പോവാണ്. മെല്ലെ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥയൊക്കെ ശരിയാവാൻ തുടങ്ങി. ഇപ്പൊ സംഭവം കഴിഞ്ഞ് 2 വർഷമായില്ലേ, എല്ലാവരും ഓക്കെ ആയി. ആ സിറ്റി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ ആ കഥകളൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന പോലുമില്ല.
എന്നാൽ ഞങ്ങൾക്കിതെല്ലാം അറിയാമെന്നാണ് ആ കുഞ്ഞു പെൺകുട്ടി പറയുന്നത്, ഈ കഥ പറയുന്ന പെൺകുട്ടി. അവിടെ വെച്ച് വെപ്പൺസ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഉറു. കഥ